എന്റെ അനുവാദം ഇല്ലാതെ അനന്തുവിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് എന്തിനാണെന്നാ ചോദിച്ചത്. ആൾമാറാട്ടം നടത്തിയല്ല അവൻ ഇത്രയും കാലം ഇടുന്നത്. അതു തന്നെ കള്ളത്തര. അതും പോരാ, ഇനി വേണ്ടാത്തത് ഓരോന്ന് പറഞ്ഞ് മോളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാൻ ശ്രമിച്ചില്ലേ? അങ്ങനെ എവിടെ നിന്ന് വന്ന ഒരുത്തം വിചാരിച്ചാ എന്റെ മനസ്സ് മാറ്റാൻ കഴിയുമെന്ന് അമ്മാവൻ കരുതുന്നുണ്ടോ? അതില്ല, എന്നാലും പുകഞ്ഞ വെള്ളി പുറത്ത് എന്ന് കരുതാ മതി മോളെ. അത്ര സില്ലിയായിട്ട് കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റില്ല അമ്മാവ. ഗോപിയുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? അനന്തുവിനോടുള്ള എന്റെ പ്രതികാരം തീർക്കാൻ. അതെന്തിനാണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്. ഞാൻ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾക്ക് ഞാൻ തന്നെ പരിഹാരം കണ്ടേ മതിയാവും. മോള് പറഞ്ഞോണ്ട് വരുന്നത് അനന്തുവിന്റെ മുന്നിൽ വെച്ച് തന്നെ ഗോപി എന്റെ കഴുത്തിൽ താലി കെട്ടണമെന്നുള്ളത് എന്റെ വാശിയാണ്. അതാണ് എനിക്ക് അയാളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരം. എന്താ മോളെ ഇത്? ഇനിയിപ്പോ ഞങ്ങൾ അവനെ എവിടെ പോയി തപ്പാനാ? അതൊന്നും എനിക്കറിയില്ല. എന്ന് അനന്തുവിനെ നിങ്ങൾ എന്റെ മുന്നിൽ കൊണ്ടുവരുന്നുവോ അന്ന് മാത്രമേ എന്റെ കല്യാണം നടക്കൂ. അതിന് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഈ ജന്മത്ത് വിവാഹമേ വേണ്ട. ഈശ്വര, ഇത് വല്ലാത്ത പുലിവാലായല്ലോ. കല്യാണത്തിന് ഇനി 4 ദിവസമേ ഉള്ളൂ. ഇനി അതിനിടയ്ക്ക് ഇനി അന്ന് നീ പറഞ്ഞ പോലെ അവനെ തട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ എന്താകുമായിരുന്നു സ്ഥിതി? തട്ടിക്കളയാൻ ഞാൻ പറഞ്ഞോ? പിന്നെ അന്ന് നീ എന്താ പറഞ്ഞു? അവനവിടെ ഇറക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. ഇനി തർക്കിച്ച് വെറുതെ സമയം കളയണ്ട. ഈ നിമിഷം മുതൽ ശങ്കരൻകുട്ടി അന്വേഷിച്ച്, അല്ല അനന്തുവിനെ അന്വേഷിച്ച് നമ്മൾ ഇറങ്ങുന്നു. കത്തുവല്ലോണ്ടാ? ഇല്ല ഇല്ല, അയക്കാരും ഇല്ല. പിന്നെ കണ്ടപ്പോ ചോദിച്ചെന്നുള്ളൂ. ഇന്ന് നല്ല സ്വഭാവത്തിലാണല്ലോ. കല്ലിന് വില കൂടിയത് കാരണം ഒരു നേരം നോക്കി ആശാനെ. അത് ശരി. മുല്ലക്കൽ വഴിയാണോ? അതെ. ഈ കത്തൊന്ന് കൊടുത്തേക്ക്. അനന്തപത്മനാഭൻ. അനന്തൻ പരമൻ വളപ്പൊട്ടു. പരമൻ വളപ്പൊട്ടു. ഇനി നാട്ടുകാരുടെ മുമ്പിൽ വെച്ചുകൂടി അപമാനിക്കാനാവും അവളുടെ ഉദ്ദേശം. ഇല്ലനെന്തോ, തറവാട്ടിൽ നടക്കുന്ന തിരുമറികളെ കുറിച്ച് വിനീത കുഞ്ഞിന് എന്തൊക്കെയോ പിടികിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കറിയാടാ, ചിലപ്പോ നിന്നെ ഈ തവണ ശിക്ഷിക്കാനല്ല നിന്റെ സഹായത്തിന് വേണ്ടിയിട്ടാണ് അവള് വിളിക്കണെന്നുണ്ടെങ്കിലോ? എന്ന് നീ ഊഹിക്കുന്നല്ലേ? ഇത് അവളുടെ ട്രാപ്പാണെന്ന് ഞാൻ സംശയിക്കുന്നില്ല. എന്താ തെറ്റ്? പോട്ടെ, നീ അവിടെ അനന്തുമായിട്ട് ചെന്നാലല്ലേ നിന്നോട് അവൾക്ക് പ്രതികാരം ചെയ്യാൻ പറ്റൂ. അവൾക്ക് ആർക്ക് സംശയം ഇല്ലാത്ത രീതിയിൽ നീ അവിടെ ഉണ്ടായ പോരെ? ഞാൻ ഇവിടെ കഴിയുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയേക്കാം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഇനി അങ്ങോട്ടില്ല. എന്താ മോളെ, ഇനി റെഡി ആവുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ അമ്മാവ, അനന്തുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ഒരുങ്ങുകയുള്ളൂ. എന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ മുഹൂർത്തത്തിന് മുൻപ് തന്നെ അനന്തു ഇവിടെ വരും. മറിച്ചാണ് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ എന്താണ് വേണ്ടതെന്ന് ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. ആത്മഹത്യ പാപമാണെന്ന് എനിക്കറിയാം. പക്ഷെ വിനു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഏതായാലും ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ എന്റെ സ്വത്തുക്കളെല്ലാം അനാഥാലയത്തിലേക്ക് കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അനന്തനെ അന്വേഷിച്ച് നാട് മുഴുവൻ ആള് വിട്ടല്ലോ. എന്നിട്ട് എന്തായി? എന്നോട് ഒരു വാക്ക് പറയായിരുന്നില്ലേ? അവൻ എവിടെ ഉണ്ടാവും എനിക്കറിയാം. അങ്ങൊന്നൊന്ന് മൂളിയാ മതി. അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് അങ്ങയുടെ മുമ്പിൽ ഞാൻ ഇട്ടുതരും. അവൻ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. കിട്ടിയിട്ട് ഞങ്ങളെ വിവരം അറിയിച്ചാ മതി. ശരി അങ്ങുന്നേ. ശങ്കരൻകുട്ടി ചേട്ടൻ എങ്ങോട്ടാ? ശങ്കരൻകുട്ടി ചേട്ടൻ എന്നെ തന്നെയാണ്. സന്തോഷം. എന്റെ പേരെങ്കിലും അതാണെന്ന് സമ്മതിച്ചല്ലോ. പേര് മാത്രല്ല, എല്ലാം ഞാൻ അറിഞ്ഞു. ഈശ്വരൻ നമ്മളെ രക്ഷിച്ചു മോളെ. അനന്തൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചു. എവിടെ എവിടെ ഉണ്ട് അനന്തൻ? എന്തായാലും മുഹൂർത്തത്തിന് മുൻപ് എത്തിക്കാമെന്ന് രവി ഏറ്റിട്ടുണ്ട്. അനന്തേട്ടൻ വരാതിരിക്കില്ല. മുല്ലയ്ക്കൽ അമ്മാവന്മാരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ആർക്കറിയാം? ഒന്നിനും മടിക്കാത്തവരാണവർ. അനന്തേട്ടൻ വരുമ്പോ ശങ്കരൻകുട്ടി ചേട്ടൻ ഇവിടെ ഉണ്ടാവണം. നമ്മുടെ ആൾക്കാർക്കെല്ലാം ഇവന്റെ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, ഈ വരണ സ്വീകരിക്കുന്ന തിരക്കിനിടയിലെ ചിലപ്പോ അവനങ്ങ് ഇടിച്ചു കയറിക്കളയും. ഏതായാലും ഈ നാസുരക്കാരെ കൂടി ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. നാസുരം, ആശാനെ, ഈ ഫോട്ടോയിൽ കാണുന്ന ഇവനെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ട അപ്പനെ വിവരം അറിയിക്കണം. ശരി തന്നെ.
என்ன விஷயம் என்ன അതൊക്കെ പിന്നെ പറയാം. முனிச்சாமி என்னண்ணா பொன்னிச்சாமி ஏங்க இந்த போட்டோல இருக்கிற ஆளை உள்ள விடக்கூடாதான் புரிஞ்சுதா சரிங்க அது நான் பாத்துக்கிறேன் ஏன் அடிப்பா நான் அடிக்கிற மாதிரி அடிப்பா பாரந்த அடிப்பா அட நீ ஒண்ணு அடிக்கிறத சொல்ல வேண்டிய அவசியம் இல்ல அடிச்சா போதும் தெரிஞ்சுதா நீங்க பாடிக்கண்ணா அடியே மதி மதி இஞ்சி மாய்க்க അവിടെ നിന്ന് അടിക്കപ്പോ എന്താ നാദസ്വരക്കാരെല്ലാം താടിക്കാരാണല്ലോ നാദസ്വരോ അതോ താടിസ്വരോ ആ മേളം കൊടുക്കട്ടെ കൊടുക്കട്ടെ. മോനെ അച്ചോളിനെന്തി അപ്പുറത്തുണ്ടാ? ആ ഇത്രയും. ആ വാ മോളെ. അനന്തു എവിടെ അമ്മാവാ? അവൻ എത്തേണ്ട സമയം കഴിഞ്ഞു. ചിലപ്പോ വല്ല ട്രാഫിക് ബ്ലോക്കോ മറ്റായിരിക്കും. ഏതായാലും മുഹൂർത്തത്തിന് എന്നെ വിവാഹം നടക്കട്ടെ. അത് നടക്കില്ലെന്ന് നേരത്തെ അമ്മാവനോട് പറഞ്ഞതല്ലേ? എന്താ മോളെ ഇത്? അനന്തുവിനോടുള്ള കണക്ക് തീർക്കലൊക്കെ വിവാഹത്തിന് ശേഷമാകാമല്ലോ. അത് പോരാ, അനന്തു എത്തിയാലേ എന്റെ വിവാഹം നടക്കൂ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒന്നും ആലോചിക്കാനില്ല. അവളെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോകണം. കല്യാണം മാറ്റിവെച്ചതൊക്കെ പതിവാ. വിവാഹം മുടങ്ങിയ ദുഃഖം സഹിക്കാതെ വധു ആത്മഹത്യ ചെയ്തു. നീ പറഞ്ഞു വരുന്നത്? അത് തന്നെ. ആത്മഹത്യ ഒന്ന് കൂട്ടുകാരിയോട് ഫോണിൽ പറഞ്ഞില്ലേ, അത് തന്നെ തെളിവാ. ആ പിന്നെ അതിനു മുമ്പ് അവൾ എഴുതി വില്ല് കൈക്കലാക്കണം. വാ. അനന്ത താടി അയ്യോ മുടി പോന്നെ നീ അത് മുടി വേണം.
അങ്ങനെ അങ്ങനെ ഒരു പാവത്താനായി പല നാടും നഗരവും കടന്നു വന്ന ഈ പഴമ്പാണൻ ഭാഷയും വേഷവുമൊക്കെ മാറ്റി അങ്കത്തട്ടിൽ പറന്നുയർന്ന് പടവിളിച്ച് കൊയ്ത്ത് കഴിഞ്ഞ് തൻ്റെ പെണ്ണിനെയും സ്വന്തമാക്കി വിടവാങ്ങുകയായി. കണിയാൻ ഗണിച്ച ജാതകത്തിലെ ബുധനും ശുക്രനും കേതുവുമൊക്കെ അയാൾ കകമ്പടിയായി പുഴക്കക്കരേക്ക് പൂനില പാടത്തേക്ക് യാത്രയാവുകയായി.